ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എനിക്ക് ഇന്ന് നോമ്പുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പള്ളിയിൽ കഞ്ഞി വാങ്ങിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ എന്തൊക്കെയാണ് ആഹാരങ്ങളെന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നോക്കിയിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഒരു ചിക്കൻ കറിയാണ്, സാധാ ചിക്കൻ കറിയാണ്. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെ ഒറോട്ടിയാണ്. സ്പെഷ്യൽ സാധനം ഇത് കപ്പയാണ്. നല്ല മസാലയൊക്കെ തേച്ച് നല്ല കപ്പ പുഴുങ്ങി വെച്ചേപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കപ്പ കുഴച്ചോണ്ടിരിക്കുകയാണ്. അപ്പം കപ്പ കുഴക്കുന്ന ധൃതിയിലാണ് ഞങ്ങൾ. ഞങ്ങൾക്കിന്ന് വാട്ടർമെലൺ ജ്യൂസും പിന്നെ ലൈമുമാണ് ഇന്ന് വെള്ളമായിട്ട് കഴിക്കാൻ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഉള്ളിവടക്ക് കുഴച്ച് വെച്ചപ്പോണ്ട്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പ് തുറക്കാൻ ഐറ്റംസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഞങ്ങളുടെ സൂപ്പർ മങ്കട കറിയാണ്, കപ്പയുടെ കൂടെ കൂട്ടി കഴിക്കാൻ. പിന്നെ ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാൻ പോവുകയാണ്. നോമ്പൊക്കെ പിടിച്ചിവിടെ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചിവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് മറക്കുന്നതോട് കാണാം. കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്നൊക്കെ ചെയ്ത് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതായി നോമ്പ് തുറക്കുന്നതിന് എനിക്ക് കാണാം. ഞാനാണെങ്കിൽ ഈ പ്രാവശ്യം 30 നോമ്പും പിടിക്കും. ഞാൻ ഇതുവരെ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൊത്തം 29-30 അങ്ങാണ്ടുണ്ടായിരുന്നു. ഞാൻ മൊത്തവും പിടിച്ചായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് പിടിക്കുന്ന ഉറപ്പുണ്ട്. അതൊന്നും ചെയ്യട്ടെ. നമുക്കാണെങ്കിൽ ഈ നോമ്പ് തുറക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കിന് നോമ്പിൻ്റെ ക്ഷീണമൊക്കെയില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നോമ്പ് തുറക്കുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ ലൂഡോയും അല്ലെങ്കിൽ ഏണിയും പാമ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ചുമ്മാ ബോറടിക്കുമ്പോഴൊക്കെ കളിക്കാറുള്ളൂ. ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി കളിക്കും. ലൂഡോയും കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. കളിച്ച ചെറുതായിട്ടൊരു ഓർമ്മയുള്ളൂ. എപ്പോഴും ഞങ്ങളിങ്ങനെ കളിക്കാറുണ്ട് നോമ്പിനൊക്കെ. അങ്ങനെ ഉള്ളിവട റെഡിയാക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിനകത്ത് എണ്ണ തേച്ച് കടുക് ഇട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊരിച്ചെടുക്കാം. മാവെടുത്തതിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതൊന്ന് പൊരിച്ചൊരു ഉള്ളിവടയുടെ ഷേപ്പിൽ നമുക്കൊന്ന് എടുക്കാം. പാനിലോട്ട് നമ്മൾ ഷേപ്പാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലതാണ് അത് അവിടെ കിടന്ന്. കുറച്ച് കൂടുതൽ ഞങ്ങൾ മാവിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൂടി വേണമല്ലോ. എന്നിട്ട് നല്ലോണം കിടന്നൊന്ന് മൊരിയണം. ഉള്ളിവട അടിയിലെ നമ്മൾ ഇട്ട ഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിടണം. അത് നമുക്കിനി ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാം. നമ്മളാണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഉള്ളിവട. അപ്പോൾ നമുക്കിത് എടുക്കാം.
അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ആഹാരങ്ങളാണ് ഇവിടെ നിർത്തി വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഈന്തപ്പഴമുണ്ട്, പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, പിന്നെ ലൈമുണ്ട്, പിന്നെ കുറച്ച് എക്സ്ട്രാ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളിവട നമ്മൾ കാണിച്ചിട്ട് ഉള്ളിവട ഉണ്ട്. ഇതാണ് ഒരു സ്പെഷ്യൽ സാധനം. ഇതിൻ്റെ പേര് മുട്ട വെച്ചുള്ളതാണ്. എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത്രയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.